നമ്മുടെ അക്കൗണ്ട്സ് ബുക്കിൽ മറ്റൊരു ഫെസിലിറ്റിയാണ് പ്രീ ഡിഫൈൻഡ് ലിസ്റ്റ്. അതായത് നമ്മൾ സെയിൽസോ പർച്ചേസോ അല്ലെങ്കിൽ സെയിൽസ് ഓർഡറോ പർച്ചേസ് ഓർഡറോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഐറ്റംസ്, അത് പ്രൊഡക്റ്റ് ആവാം അല്ലെങ്കിൽ സർവീസ് ആവാം, അവയെ മുൻകൂട്ടി ഡിഫൈൻ ചെയ്ത് വയ്ക്കാം. അങ്ങനെ മുൻകൂട്ടി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബില്ല് പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതെങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. അതിന് നിങ്ങൾ നമ്മുടെ മെനുവിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെനുവിൽ ഐറ്റം പാക്കേജ് ക്രിയേഷൻ എന്നുള്ളൊരു മെനു കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഐറ്റം പാക്കേജിനെ ക്രിയേറ്റ് ചെയ്യാം. ഈ ക്രിയേറ്റ് ചെയ്യുന്ന പാക്കേജിന് നിങ്ങൾക്കൊരു പേര് കൊടുക്കാം. ഇവിടെ കസ്റ്റമർ നെയിം എന്നാണ് വരുന്നതെങ്കിലും നിങ്ങളവിടെ പാക്കേജിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് ഞാൻ പാക്കേജ് 1 എന്ന് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. മറ്റൊന്നും കൊടുക്കുന്നില്ല. ഐറ്റംസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സപ്പോസ് ഇതൊരു കമ്പ്യൂട്ടർ ഷോപ്പാണ്. നിങ്ങൾ സെയിൽ ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ് ഉള്ള കമ്പ്യൂട്ടേഴ്സ് സെയിൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഒരു കസ്റ്റമർക്ക് അതിൻ്റെ കൊട്ടേഷൻ അയച്ചു കൊടുക്കണം. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് ആ ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നേരത്തെ ഡിഫൈൻ ചെയ്ത് വയ്ക്കാം. സപ്പോസ് ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു കോൺഫിഗറേഷൻ എടുക്കുന്നു. i5 ഉപയോഗിക്കുന്നത് ഒരു 4th ജനറേഷൻ കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നത്. 4th ജനറേഷൻ i5 ആണ്. 8 GB റാമാണ്. അതേപോലെ 256 SSD. ഈ ഒരു കോൺഫിഗറേഷനിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു 15,000 കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് നമുക്കെങ്കിൽ നമുക്കത് ഡിഫൈൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഡിഫൈൻ ചെയ്താൽ അതിനെ സേവ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് നിങ്ങൾക്ക് ഒരു സെയിൽസ് ഓർഡർ കൊടുക്കണം. പെട്ടെന്ന് സെയിൽസ് ഓർഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കസ്റ്റമറുടെ പേര് നമ്മൾ കൊടുക്കുന്നു. അവിടെ കസ്റ്റമറുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം നമ്മൾ ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ ഐറ്റം ലിസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രീ ഡിഫൈൻഡ് ഓർഡേഴ്സ് കാണാം. ആ ഓർഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ആഡായി കിട്ടും. സപ്പോസ് ഇങ്ങനെ ആഡ് ചെയ്തപ്പോൾ ഒന്നിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഐറ്റം ആഡ് ചെയ്യും. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ബട്ടൺ ഇവിടെ ഉണ്ട്. ഇതല്ല, ഇത് ആഡ് ചെയ്തതിൽ തന്നെ ചില മോഡിഫിക്കേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 15,000 എന്നുള്ളത് നെഗോഷിയേറ്റിൻ്റെ ഭാഗമായിട്ട് 40,500 ആക്കിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അപ്ഡേറ്റ് ചെയ്യാം. അത് സേവ് ചെയ്യാം. അപ്പോൾ ഒരു സെയിൽസ് ഓർഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു കൊടുത്തു. ഇനി അതിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ PDF ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ PDF എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കൊടുക്കാം. അത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ബില്ലാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മളുടെ ഈ പ്രീ ഡിഫൈൻഡ് ലിസ്റ്റ്. ഇതിനുവേണ്ടി മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ സർവീസ് ആണെങ്കിൽ, നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന സർവീസ് ആണെങ്കിൽ ആ സർവീസിൻ്റെയും ഇതേപോലെ ബില്ല് ഉണ്ടാക്കി വയ്ക്കാം. ഇതൊന്നുമല്ല, നിങ്ങൾ വീട്ടിൽ സാധനങ്ങളുടെ ലിസ്റ്റ് ആണെങ്കിൽ അതും ഉണ്ടാക്കി വയ്ക്കാം. നമുക്കിപ്പോൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ പ്രീ ഡിഫൈൻഡ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തിട്ട് ഒരു സെയിൽസ് ഓർഡർ അല്ലെങ്കിൽ പർച്ചേസ് ഓർഡർ ഉണ്ടാക്കിയിട്ട് ആ പർച്ചേസ് ഓർഡർ അതിൽ വാട്സപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ആ പർച്ചേസ് ഓർഡർ നോക്കിക്കൊണ്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാം.